തിരുവാങ്കുളത്ത് 3 വയസ്സുകാരിയെ കാണാതായി. തിരുവാങ്കുളത്ത് നിന്നും ആലുവ ഭാഗത്തേക്ക് അമ്മയ്ക്കൊപ്പം ബസ്സിൽ സഞ്ചരിക്കവെയാണ് കല്യാണി എന്ന പെൺകുട്ടിയെ കാണാതായത്. അങ്കണവാടിയിൽ പോയ ശേഷം അമ്മയ്ക്കൊപ്പം തിരികെ വീട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോഴായിരുന്നു സംഭവം. ബസ്സിൽ നിന്നാണ് കുഞ്ഞിനെ കാണാതായത് എന്നതിലേക്കാണ് ഒരു തരത്തിൽ ഇപ്പോൾ കാര്യങ്ങൾ എത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഏത് ബസ്സാണെന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. ബസ്സിൽ നിന്നിറങ്ങി അമ്മ ഒരു ഓട്ടോയിൽ കയറിയിട്ടുണ്ട്. ആ സമയത്ത് കുഞ്ഞ് ഓട്ടോയിലില്ല എന്നാണ് ഓട്ടോ ഡ്രൈവർ പറയുന്നതെന്നുള്ള വിവരങ്ങളൊക്കെ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. അതൊക്കെ പോലീസാണ് ആ കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം നൽകേണ്ടത്. എന്തായാലും കുഞ്ഞിനായി വ്യാപകമായി ഊർജിതമായി തിരച്ചിൽ നടക്കുകയാണ്. ഫോട്ടോയിൽ ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കുഞ്ഞിന്റെ ചിത്രം. ഇപ്പോൾ കല്യാണി എന്നായി കാണാതായ കുഞ്ഞിന്റെ ഒരു ബന്ധു മോഹനൻ നമുക്കൊപ്പം ചേരുന്നു. മോഹനൻ, ഇതെപ്പോഴാണ് സംഭവം? എപ്പോഴാണ് കുഞ്ഞിനെ കാണാതായ വിവരം നിങ്ങൾ അറിയുന്നത്? ഹലോ മോഹൻ, കേൾക്കാമോ? ഹലോ കേൾക്കാമോ? ഹലോ മോഹൻ, എന്നെ കേൾക്കാമോ? ഇവിടെ മൊത്തം മഴയാണ്, അതുകൊണ്ട് കേൾക്കാൻ പറ്റില്ല. ഈ കുഞ്ഞിനെ കാണാതായത് എപ്പോഴെന്നാണ് നിങ്ങൾ അറിഞ്ഞത്? ഈ കുഞ്ഞിനെ കാണാനില്ല എന്നുള്ള വിവരം താങ്കൾ എപ്പോഴാണ് അറിഞ്ഞത് മോഹൻ? ഞാൻ അറിഞ്ഞപ്പോ ഒരു 7:30 ആയിട്ടുണ്ട്. ഈ അമ്മയാണോ എല്ലാ ദിവസവും കുഞ്ഞിനെ അംഗനവാടിയിൽ കൂട്ടാൻ പോവാറ്? അതെ അതെ അതെ. ഈ ദിവസം അമ്മ ഒറ്റയ്ക്കായിരുന്നോ പോയത്? അമ്മ ഒറ്റയ്ക്ക് തന്നെയാണ് പോയത്. ചില ദിവസങ്ങളിൽ ഞങ്ങളാണ് കുട്ടികളെ കൊണ്ടുവരാറ്. എന്റെ അനിയന്റെ കൊച്ചുണ്ട്, ഇതും എന്റെ ഒരു അനിയനാണ്. അപ്പൊ എന്റെ സ്വന്തം അനിയന്റെ കൊച്ചുണ്ട്, മറ്റേ ഇത് എന്റെ ഒരു വകയിലൊരു അനിയനും. അങ്ങനെയാണ് ഞങ്ങൾ കൊണ്ടുവരാറ്. കാലങ്ങളായിട്ട് അമ്മയാണ് തന്നെയാണ് പോയി കൊണ്ടുവരുന്നത്. ഈ കുഞ്ഞിന്റെ വീടും അംഗനവാടിയും തമ്മിൽ ഒരുപാട് ദൂരമുണ്ടോ? ഇല്ല, ഒരു 300 മീറ്റർ. പിന്നെ അമ്മ ബസ്സിൽ പോയത് മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കായിരിക്കും അല്ലേ? വീട്ടിൽ പോവാന്ന് പറഞ്ഞോണ്ട് പോയേക്കണേന്ന് എനിക്ക് തോന്നണേ, ഇല്ലെങ്കിൽ പിന്നെ. ഓ, അത് ശരി. അതായത് ഈ അമ്മയുടെ സ്വന്തം വീട്ടിൽ പോവുകയെന്ന് പറഞ്ഞാണ് കുഞ്ഞിനെ കൊണ്ട് പോയതല്ലേ? ആലുവ കുറുമാശ്ശേരി. ഈ കുഞ്ഞിന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ആളാണോ? മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടോന്ന് വെച്ചാൽ പല പ്രാവശ്യം ഇവിടുന്ന് പോയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് കാണാനുണ്ട്, അല്ലാതെ വേറെ രീതിയിലുള്ള ബുദ്ധിമുട്ടൊന്നും കണ്ടിട്ടില്ല. ഈ കുഞ്ഞിന്റെ വീട്ടിൽ മറ്റാരൊക്കെയുണ്ട്? ആരെ? ഈ കാണാതായ കുഞ്ഞിന്റെ വീട്ടിൽ മറ്റാരൊക്കെയുണ്ട്? കുഞ്ഞിന് ഒരാങ്ങളയുണ്ട്, മൂത്തത്. അത് കൂടാതെ കൊച്ചപ്പന്മാര് 2 പേരുണ്ട്. അവരെ അച്ഛനും അമ്മയുണ്ട്. കുഞ്ഞിന്റെ അച്ഛൻ എന്ത് ചെയ്യുന്നു? കുഞ്ഞിന്റെ അച്ഛനാണ് ഈ കൂലിപ്പണിയാ. അത് ശരി. ഈ കുഞ്ഞിനെ കാണാതായി എന്നുള്ള വിവരം നിങ്ങൾ എന്തൊക്കെ വിവരങ്ങളാണ് നിങ്ങൾക്ക് അറിയാൻ സാധിച്ചത് കുഞ്ഞിനെ കാണാതായി ബന്ധപ്പെട്ട്? ഈ കുഞ്ഞിനെ കാണാതായി എന്ന് സംബന്ധിച്ച് എന്തൊക്കെ വിവരങ്ങളാണ് നിങ്ങൾ അറിഞ്ഞത്? എപ്പോഴാണ് കാണാതായത് എന്നുള്ള എന്തെങ്കിലും വിവരങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ഈ കുഞ്ഞിനെ കൊണ്ടുവരാറുള്ള അവന്റെ വൈഫാണല്ലോ, സുഭാഷ് എന്ന് പറഞ്ഞ എന്നാണല്ലോ. സുഭാഷിന്റെ ആണ് കൊച്ച്. അപ്പൊ അവന്റെ വൈഫാണ്. അപ്പൊ കുഞ്ഞിനെയും കൊണ്ട് പോയതായിരിക്കും എന്ന് വിചാരിച്ചോണ്ട് അവന് വരുന്നു. ഞങ്ങൾ അറിയണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5-6 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ അറിയുന്നത്. ഈ കുഞ്ഞിന്റെ അച്ഛനാണോ പോലീസിൽ വിവരം അറിയിക്കുന്നത്? കുഞ്ഞിന്റെ അച്ഛനാണോ പോലീസിൽ വിവരം അറിയിച്ചത്? കുഞ്ഞിനെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരാതി നൽകിയത് ആരാണ്? ഹലോ, കുഞ്ഞിനെ കാണാനില്ല എന്ന് പറഞ്ഞ് പോലീസിൽ അറിയിച്ചത് കുഞ്ഞിന്റെ അച്ഛനാണോ? ഞങ്ങളാണ്. അത് ശരി. ഇപ്പോൾ അമ്മയെ പോലീസ് ചോദ്യം ചെയ്യുകയാണല്ലേ? അവര് എല്ലാവരും കൂടെ കൂടിയിട്ട് കുറെ ആൾക്കാർ, നമ്മുടെ ഇവിടുന്ന് കുറെ ആൾക്കാർ കൂടി അങ്ങോട്ട് പോയേക്കുവാണ് അമ്മയുടെ വീട്ടിലേക്ക്. ഇത് എവിടെ വെച്ചാണ് കുഞ്ഞിനെ കാണാതായത് എന്ന് എന്തെങ്കിലും വിവരം നിങ്ങൾക്ക് അറിയാമോ? പുള്ളിക്കാരത്തി പറയണ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആലു വരെ എന്റെ കയ്യിൽ കൊച്ചുണ്ടായിരുന്നു. അതിനുശേഷം കൊച്ചിനെ കണ്ടില്ല എന്നാണ് പറഞ്ഞേക്കണേ. എന്താണെന്നുള്ള ഡീറ്റെയിൽ ഒന്നും നമുക്കറിയില്ല. ഈ ബസ്സിൽ വെച്ചാണ് എന്ന് കേൾക്കുന്നു. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എങ്ങനെ? ഈ ബസ്സിൽ വെച്ചാണ് കുഞ്ഞിനെ കാണാതായത് എന്നൊക്കെ ഒരു വിവരം ലഭിക്കുന്നുണ്ട്. ആലു വരെ കൊച്ചുണ്ടായിരുന്ന പറഞ്ഞ ബസ്സിൽ വെച്ചാണോ അതോ ബസ്സിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണോ ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ. ഈ അമ്മ അപ്പോൾ അമ്മയുടെ വീട്ടിലേക്ക് പോവുകയായിരുന്നു അല്ലേ? ശരി. എന്തായാലും ശരി. നന്ദി, വളരെ നന്ദി ശ്രീ മോഹൻ. മോഹൻ, താങ്കൾ കേൾക്കാമോ?
യെസ്, അപ്പോൾ കുഞ്ഞിന്റെ ബന്ധു മോഹനാണ് നമുക്ക് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. മോഹൻ പറയുന്നത് പ്രകാരം ഈ കുഞ്ഞിന്റെ അമ്മ കുഞ്ഞുമായി അമ്മയുടെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. ആ സമയത്താണ് കുഞ്ഞിനെ കാണാതായതെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്.